നമുക്ക് നല്ല ചൂട് ഇഡ്ഡലിയും മട്ടൻ കുടൽക്കറിയും കൂടി ഒന്ന് കഴിച്ചാലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. 2 സവാള നല്ല നീളത്തിൽ എടുത്തിട്ട് ഒന്ന് എണ്ണയിലിട്ട് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കുടൽ ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പഴുത്ത 2 തക്കാളി വേണം കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നുമുണ്ട്, ചെറിയൊരു മീഡിയം സൈസ് തക്കാളി 2 എണ്ണം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ മസാല വറുത്തരച്ചെടുത്താണ്. കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പിന്നെ 2 സ്റ്റാർ ഇതെല്ലാം കൂടെ ഒന്ന്, പിന്നെ മല്ലിയും മുളകും, മുഴുവൻ മല്ലിയും മുളകും കൂടെ നന്നായി വഴറ്റിയിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താണ്. അതും കൂടെ ആഡ് ചെയ്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കുടലുണ്ടല്ലോ, മട്ടൻ്റെ കുടൽ, അതും കൂടെ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കറി റെഡി ആകുമ്പോഴത്തേക്കും ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഇതേ മാവൊക്കെ ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് കറി റെഡിയായി വരുമ്പോഴത്തേക്കും ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ കറിയൊക്കെ നമുക്കിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി വെന്താന്നൊന്ന് നോക്കാം. നിങ്ങളൊക്കെ എങ്ങനെ ഇഡ്ഡലി വെന്താന്ന് നോക്കുന്നത്? എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കറിവേപ്പിലിൻ്റെ കോല എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഇഡ്ഡലിയിലും ഇങ്ങനെ കുത്തി കുത്തി നോക്കും. അപ്പോൾ കോലിൽ ഇങ്ങനെ വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ മാവ് ഇങ്ങനെ ഒട്ടി വരുമല്ലോ, അങ്ങനെയാണ് അറിയുന്നത്. എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇതേ നമ്മുടെ ചൂട് ഇഡ്ഡലി ഡയറക്റ്റ് പ്ലേറ്റിലേക്കാണ് എടുത്തിടുന്നത്. എന്നിട്ട് നമ്മുടെ ചൂട് മട്ടൻ കുടൽ കറിയും കൂടി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ തൊണ്ടയിൽ കയറി പിടിക്കുമ്പോൾ നല്ല സുഖമാണ്. ഞാൻ അമ്മോട് പറയാറുണ്ട്, ഇഡ്ഡലി ഇങ്ങനെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കരുത്, ഡയറക്റ്റ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് തന്നാൽ മതി. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഇഡ്ഡലി ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വഴുതി പോവും, ഇങ്ങനെ ഇറങ്ങി അലിഞ്ഞ് പോവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.